ഒളൂഇൻ്റെ ശേഷം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ അല്ലാഹുമ്മ ഇജ്അൽനീ മിനത് തവ്വാബീന വജ്അൽനീ മിനൽ മുതതഹിരീന വജ്അൽനീ മിൻ ഇബാദിക സ്സാലിഹീൻ എന്നത് ചൊല്ലിയാൽ സ്വർഗത്തിൻ്റെ 8 വാതിൽ തുറക്കപ്പെടുമെന്ന് മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞത് നമുക്ക് ഈമാനല്ല. അള്ളാഹുവിൻ്റെ റസൂല് സ്വർഗത്തിൻ്റെ വാതിലിനെ പറ്റിയിട്ട് ഒരു ദിവസം ഇങ്ങനെ പറയാണ്, മദീനത്തെ പള്ളിയിൽ നിന്ന് പറയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിന്നിട്ട് ചോദിച്ചു, നബിയെ സ്വർഗത്തിൻ്റെ ആ 8 വാതിലും കൂടി ആർക്കേലും തുറന്നു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അബൂബക്കറെ ഇങ്ങക്ക് ആ 8 വാതിലും തുറക്കുന്നതാണ് എന്ന് പറഞ്ഞു സയ്യിദുനാ ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിക്കേണ്ട സമയത്ത് ചോദിക്കാൻ പറ്റണം. ഒരു ദിവസം മുസ്തഫായ നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. സഹാബത്തെ, സ്വർഗാവകാശികൾക്ക് 120 അടയാളങ്ങളുണ്ട് സഹാബ. ഒരു സ്വർഗാവകാശിയെ തിരിച്ചറിയാൻ വേണ്ടി 120 അടയാളം ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു അടയാളം ഉണ്ടെങ്കിൽ അവൻ സ്വർഗാവകാശിയാണെന്ന് മനസ്സിലാവും എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിൻ്റെ പുറത്താണുള്ളത്. വാതിലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തലയിട്ടിട്ട് ചോദിച്ചു, നബിയെ അതിൽ ഏതെങ്കിലും ഒരു അടയാളം എൻ്റെ അടുത്തുണ്ടോയെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖേ ആ 120 അടയാളങ്ങളും നിങ്ങളിൽ കാണാനുണ്ട് അബൂബക്കർ സിദ്ദീഖ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗാവകാശിക്ക് 120 അടയാളം ഉണ്ടാവുന്ന ഒറ്റടിക്ക് തന്നെ മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാവും. 120 അടയാളങ്ങളുണ്ട് എന്നാ സ്വർഗാവകാശികൾക്ക്. അപ്പം ചില കാര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കാനും വാങ്ങേണ്ട സമയത്ത് വാങ്ങാനൊക്കെ പറ്റുക എന്നുള്ളത്